ഹലോ ശ്രീനി ആൻഡ് ഫ്രണ്ട്സ്. നമുക്ക് ഈ 2-3 ദിവസത്തെ വാർത്തകൾ മലയാളവും ഇംഗ്ലീഷും ഒന്ന് കണ്ണോടിച്ചു പോയാലോ? കുറച്ച് മനസ്സിലാക്കിയാലോ? ആർ യു റെഡി ടു ലിസൺ? ഓക്കേ. കൊച്ചി മട്ടാഞ്ചേരിയിൽ ആദ്യത്തെ നോക്കാം. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന പൈതൃക സ്മാരകം അരീട്ടുവാഴ്ച കോവിലകം ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ചെങ്കിലും അടച്ചിട്ട നിലയിൽ തന്നെ. സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി ഏറ്റെടുത്തതാണ് രാജവാഴ്ചയുടെ ചരിത്രം പേറുന്ന ഈ കോവിലകം. മട്ടാഞ്ചേരി ടൗൺ ഹാളിന് എതിർവശം നിലകൊള്ളുന്ന കോവിലകത്താണ് കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം, അധികാര കൈമാറ്റം എന്നിവ നടന്നിരുന്നത്. അതിനാലാണ് അരീട്ടുവാഴ്ച എന്ന പേര്. ടൂറിസ്റ്റുകൾ പുറത്തുനിന്ന് കണ്ടു മടങ്ങുകയാണിപ്പോൾ. അകത്തു പോകാൻ പറ്റുന്നില്ല എന്നാണ്. നമ്മളും പുറത്തുനിന്ന് കണ്ട് ഭംഗി ആസ്വദിച്ചിട്ടുണ്ടല്ലേ ശ്രീനി? ഓർമ്മയുണ്ടോ? മട്ടാഞ്ചേരിയിൽ കുറേ നടന്നു നമ്മളന്ന്. ഇനി രാമായണ മാസത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ കാഴ്ചപ്പാടുകൾ ഇവിടെ നൽകുകയാണ്. ഓരോ തവണ രാമായണം വായിക്കുമ്പോഴും ഉള്ളിൽ പുതിയ ഭാഷയും പുതിയ പാഠങ്ങളും തെളിഞ്ഞു വരുന്നു. സ്നേഹം എന്താണെന്നും ഭക്തി എന്താണെന്നും വിനയം എന്താണെന്നുമുള്ള പാഠങ്ങൾ രാമായണം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ കഥ അഗ്നിപരീക്ഷണങ്ങളുടെ കഥയാണ്. ഓരോ കഥാപാത്രത്തിനും കുറേ അഗ്നിപരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. നമ്മളത് രാമായണം വായിക്കുമ്പോൾ അതെല്ലാം മനസ്സിലാക്കും. നമ്മൾ കുറച്ച് രാമായണം വായിച്ചിട്ടുണ്ട് അല്ലേ ശ്രീനി കൂട്ടുകാരെ? ഓക്കെ. അടുത്തത് ന്യൂജേഴ്സി US ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് 3-ാം സ്ഥാനം, അർജൻറ്റീനയ്ക്ക് 2-ാം സ്ഥാനം, സ്പെയിൻ 1-ാമതെത്തി. ലോക ചാമ്പ്യന്മാരായി സ്പെയിൻ. പോരാളി ഫുട്ബോളറായ ലയണൽ മെസ്സി അടങ്ങിയ ടീമായിരുന്ന അർജൻറ്റീന കഴിഞ്ഞ തവണ അവരാണ് ജയിച്ചത്. ഇപ്രാവശ്യം ആട്ടം മറന്ന് കളിച്ച പോലെയായി. മെസ്സിയുടെ വിടവാങ്ങൽ കളി കൂടിയായിരുന്നു ഇത്. അത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും ഇത്തിരി കണ്ണുനീരിൽ കുതിർന്ന ഒരു വിടവാങ്ങലായി. എന്ത് ചെയ്യാം, സാരമില്ല. നന്നായിട്ട് കളിച്ചു അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരാധകർ, നമ്മളും ആരാധകരാണ്. അതെന്നും അങ്ങനെ തുടരും അല്ലേ? അതുപോലെയുള്ള ഇനിയും കളിക്കാർ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി പറവൂരിൽ സഹകരണ മേഖലയിൽ അഴിമതി നടത്തുന്നവർക്കെതിരെ രാഷ്ട്രീയം നോക്കാതെ നടപടി എന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇനി അടുത്ത വേറൊരു സ്പോർട്സ് പേഴ്സണാലിറ്റി PV സിന്ധു. കേരളയിട്ടാണ്. അവർ defeated Japan World Champion Akane and won the cup in Japan Open title on Sunday. ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിയിൽ നല്ല കാര്യമല്ലേ? സിന്ധു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദിസ് ടൈറ്റിൽ. നമുക്ക് അഭിമാനം. അതേപോലെ മലയാള സിനിമാ ലോകത്തിന് വീണ്ടും അംഗീകാരം. ദേശീയ അവാർഡുകൾ മലയാള സിനിമാ മേഖലയ്ക്ക് വീണ്ടും കടന്നു വന്നു. കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇനി വാറിനെ പറ്റിയിട്ടാണ്. US Iran hostilities go on for 10th day. The two countries battled for control of a waterway vital to world energy supplies. അതുപോലെ ഈ ന്യൂഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് ബൈ ദ കോൺഗ്രസ് ഓവർ നീറ്റ് പേപ്പർ ലീക്ക് ഈസ് ഗോയിങ് ഓൺ. അതും കുറേ ഹ്യൂസ് ആൻഡ് ക്രൈസ് അല്ലേ, അത് ഉയർത്തുന്നു. നമ്മൾ പിക്ചേഴ്സ് കണ്ടു അതിൻ്റെ. ഇനി കൊച്ചിയിൽ ഒരു നല്ല വാർത്ത. ടു അക്കോമഡേറ്റ് എ സ്റ്റഡി സർജ് ഇൻ ഡെയിലി റൈസ് ഒബ്സർവ്ഡ് ഓവർ പാസ്റ്റ് 3 months, മെട്രോ റെയിൽ അനൗൺസ്ഡ് ആൻ എൻഹാൻസ്മെൻറ്റ് ടു ഇറ്റ്സ് വീക്ക് ഡേ പീക്ക് അവർ ട്രെയിൻ ഫ്രീക്വൻസി. ഇപ്പോൾ 7 മിനിറ്റിന് ഒരിക്കലാണെന്ന് തോന്നുന്നു അല്ലേ? ഇനി അത് കുറച്ചും കൂടെ കുറഞ്ഞ് 6 മിനിറ്റിനോ 5 മിനിറ്റിനോ ഒരിക്കലൊക്കെ ട്രെയിൻ ലഭ്യമാകും. അതൊരു ഗുഡ് ന്യൂസ്. ഓക്കെ, പോരെ ഇന്ന്? ബാക്കി അടുത്ത ദിവസം നോക്കാം. ഓക്കെ, ബൈ. ഹാവ് എ നൈസ് ഡേ.